കാത്തിരിപ്പിൻ്റെ മഹത്വം. ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ സഹായത്തിനായി ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരാം: എന്തുകൊണ്ടാണ് ഇത്രയും താമസം? നമ്മൾ ബുദ്ധിമുട്ടുകൾക്കൂടി കടന്നു പോകുമ്പോൾ ദൈവം എവിടെയെന്ന് അറിയുവാൻ നാം പലപ്പോഴും വ്യഗ്രത കൊള്ളാറുണ്ട്. ഈ വികാരങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു ശക്തമായ വാക്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 18-ാം വാക്യത്തിൽ കാണുന്നു. അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിക്കുവാൻ താമസിക്കുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. യഹോവ ന്യായത്തിൻ്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ഇവിടെ താമസം എന്നത് ദൈവത്തിൻ്റെ കഴിവില്ലായ്മയല്ല, മറിച്ച് അവൻ്റെ കൃപയുടെ സമയക്രമമാണ് സൂചിപ്പിക്കുന്നത്. യഹോവ കൃപ കാണിക്കുവാൻ താമസിക്കുന്നു എന്ന ഭാഗം ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു ആഴമേറിയ സത്യമാണ് വിളിച്ചു പറയുന്നത്. ദൈവത്തിൻ്റെ താമസം ഒരിക്കലും ശിക്ഷയ്ക്കായിട്ടല്ല, മറിച്ച് നമ്മെ ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്തിലേക്കും അനുതാപത്തിലേക്കും നയിക്കുന്നതാണ്. ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ കൃപയുടെ മൂർത്തിഭാവം. അവൻ്റെ മടങ്ങി വരവിനായി നാം കാത്തിരിക്കുമ്പോൾ തന്നെ ഓർക്കുക, അവൻ നീതിയോടെ പ്രവർത്തിക്കുന്നവനും വിശ്വസ്തനുമാണ് എന്ന ഉറപ്പാണ് നമ്മെ മുൻപോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നത്. അവൻ തൻ്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റുക തന്നെ ചെയ്യും. ഈ വാക്യം നൽകുന്ന ഉപദേശം ക്ഷമയോടുകൂടിയുള്ള കാത്തിരിപ്പിനെ കുറിച്ചാണ്. ക്രിസ്തുവിനായി കാത്തിരിക്കുന്നത് ഒരു നിഷ്ക്രിയമായ പ്രവൃത്തിയല്ല, അത് വിശ്വാസത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥന ജീവിതവും ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയുള്ള ഒരു തീവ്രമായ ആഗ്രഹവുമാണ്. ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരുടെ അന്ത്യം പ്രത്യാശ നിറഞ്ഞതായിരിക്കുമെന്ന് ഇത് പഠിപ്പിക്കുന്നു. ഈ ലോകത്തിലെ കഷ്ടപ്പാടുകൾ ക്ഷണികമാണ്. അവൻ്റെ സമയത്തിനായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതിരുകളില്ലാത്ത കൃപയും ശാശ്വതമായ അനുഗ്രഹവുമാണ്. ദൈവത്തിൻ്റെ സമയം നമ്മുടെ സമയത്തെക്കാളും ഉചിതമാണെന്ന് ഓർക്കുക. ക്രിസ്തുവിനായി കാത്തിരിക്കുന്നത് നമ്മെ ആ ഭാഗ്യത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. ഗോഡ് ബ്ലെസ് യു.